This is not old India, man. It's a new India. You are at par with any world powers. എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് മോനെ അടി കിട്ടിയ പോലെ ഇരിക്കും എന്നുള്ളതാണ് ഇന്ന് കൊടുത്ത മെസ്സേജ്. ടെറർ ലോഞ്ച് പാഡുകളെ ടാർഗറ്റ് ചെയ്തു, അതിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തി, കൊളാട്രൽ ഡാമേജ് ഉണ്ടായില്ല, സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടായില്ല, ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ത്യ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തി എന്നാണോ നമ്മൾ ഈ അറ്റാക്ക് കഴിഞ്ഞുള്ള രാത്രി വിലയിരുത്തേണ്ടത്? ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ 14 ദിവസത്തിൻ്റെ പ്ലാനിങ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന പോലെ 24 hours വർക്ക് ചെയ്തിരുന്ന ഗവൺമെൻറ് ഓഫീഷ്യൽസും ആർമഡ് ഫോഴ്സസ് ആളുകളും ഓഫീസേഴ്സും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിണാമമാണ് ഇന്നലത്തെ രാത്രി ഒരു പട്ടാളക്കാരൻ പോലും ആ ഏരിയയിൽ ഉറങ്ങിക്കാണില്ല. കാരണം അത് ഈവനിങ് 6 മണി തൊട്ടിട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കാണും. ഈ കൊന്നിട്ടുള്ള 4 പേരെ എന്താ ഇതുവരെയും പിടിക്കാത്തത്? ആ 4 പേര് ഒരു ഇരയല്ല. ആ 4 പേര് എവിടുന്ന് വന്നിട്ടാണ് നീ ഞങ്ങളുടെ മണ്ണിലത്തെ ഞങ്ങളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും സിന്ദൂരം മായ്ച്ചു കളഞ്ഞത്? ആ നീ വന്ന സ്ഥലത്ത് അവിടെ വന്ന് നിന്നെ അടിക്കും. അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അവൻ്റെ ക്യാമ്പുകളിൽ പോയിട്ട് അവനെ തകർത്തിക്കുകയാണ്. ഈ 4 എവിടെ കിടന്നാലും എന്തെങ്കിലും അവൻ പിടിക്കപ്പെടും. പക്ഷേ അവരുടെ ഒറിജിനൽ അവനെ പറഞ്ഞയച്ചിരിക്കുന്നതും അവൻ ഓർഡർ കൊടുത്തിരിക്കുന്ന സീനിയേഴ്സിനെയും എല്ലാവർക്കും കൂടിയിട്ടുള്ള അടിയാണ് ഈ 6 LOCക്ക് അപ്പുറം POKയിൽ ഉള്ള 6 ക്യാമ്പുകൾ. ദാറ്റ് ഈസ് വെരി സീരിയസ് ക്യാമ്പ്സ്. അതിനകത്താണ് ഈ മിലിറ്റൻസ് എല്ലാം ഇപ്പോൾ മരിച്ചിരിക്കുന്നു, അവൻ്റെ ഫാമിലീസ് മരിച്ചിരിക്കുന്നു. ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? UN-ൻ്റെ അടുത്ത് പ്ലീസ് ആസ്ക് ഇന്ത്യ ടു വിഡ്രോ സോ ദാറ്റ് വി ഓൾസോ വിൽ വിഡ്രോ. ഇന്ത്യ എവിടുന്ന് വിഡ്രോ ചെയ്യാനാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇന്ത്യ ഇതുവരെ LOC ക്രോസ് ചെയ്തിട്ടില്ല, ഇൻഫൻട്രി മൂവ് ചെയ്തിട്ടില്ല, ആർട്ടറി മൂവ് ചെയ്തിട്ടില്ല. വെറും നമ്മൾ എയർ സ്ട്രൈക്കും ചെയ്തുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്തെല്ലാം എയർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഫയർ ചെയ്യാത്തടത്തോളം കാലം നമ്മളിനി നിങ്ങളെ ഫയർ ചെയ്യില്ല. അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. ഇന്ത്യ സംസ്കാരം കാണിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ രാജ്യത്ത് വന്നിട്ട് എൻ്റെ മക്കളെ നിങ്ങൾ തൊട്ടു, അത് തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കും. 14 ദിവസമോ 15 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് മോനെ അടി കിട്ടിയ പോലെ ഇരിക്കും എന്നുള്ളതാണ് ഇന്ന് കൊടുത്ത മെസ്സേജ്. പാകിസ്ഥാനോട് പറഞ്ഞു ചൈന വി ആർ വിത്ത് യു, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, വി ആർ എഗൻസ്റ്റ് ടെററിസം എന്നുള്ളത്. അപ്പോൾ ചൈനയ്ക്കും അറിയാം ചൈന ടെററിസം വളർത്തുന്ന ഒരു രാജ്യമാണെന്നുള്ളതും. ആ ഒരു ലൈൻ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അടുത്ത് ലാസ്റ്റ് പറയാം, അല്ല നിങ്ങളെന്താ ഞങ്ങളെ സഹായിച്ചില്ല? അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ടെററിസം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അതിനുവേണ്ടി അവരടക്കം ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പം ലോകത്തിൽ ആരാണ് ഇപ്പോൾ ഇന്ത്യക്ക് എഗൻസ്റ്റ്? ആരുമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ധൈര്യമായിട്ട് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, യെസ് വി ഇന്ത്യൻസ് ആർ പ്രൗഡ് ദാറ്റ് നമ്മൾ അവിടെ പോയിട്ട് അവൻ്റെ കറക്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്ത് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയുടെയും ജീവൻ നമ്മൾ എടുത്തിട്ടില്ല.